ഹമീർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മുല്ലക്കൽ, ആലപ്പുഴ. നമസ്കാരം. പല തലമുറകൾക്ക് അറിവും ആത്മവിശ്വാസവും പകർന്നു നൽകിയ അധ്യാപകർ, കൂടെ നിന്ന അനധ്യാപകർ, ഇവരുടെ ഒത്തുചേരൽ വേദിയായി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സാധാരണയാണെങ്കിലും ഇതൊരു വേറിട്ട ഒത്തുചേരലാണ്. കാണാം റിപ്പോർട്ട്. പല തലമുറകൾക്ക് അറിവും ആത്മവിശ്വാസവും പകർന്നു നൽകിയ അധ്യാപകർ, കൂടെ നിന്ന അനധ്യാപകർ, ഇവരുടെ ഒത്തുചേരലിന് വേദിയായി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സാധാരണയാണെങ്കിലും ഒരേ വിദ്യാലയത്തിൽ 60 വർഷത്തിലേറെ വിവിധ കാലഘട്ടത്തിലൂടെ പഠിപ്പിച്ച് പടിയിറങ്ങിയവർ, സ്ഥലം മാറിപ്പോയവർ, ഇവരുടെയെല്ലാം കൂടിച്ചേരൽ പുതിയ പാഠം രചിച്ചു. ഇവരെ കാണാനും ഓർമ്മകൾ പങ്കുവെക്കുവാനും ശിഷ്യഗണങ്ങൾ കൂടി എത്തിയതോടെ ഗാന്ധി ജയന്തി ദിനത്തിലെ സ്നേഹസംഗമത്തിന് ധന്യതയേറി. SPC കേഡറ്റുകളാണ് അധ്യാപകരെ സ്വീകരിച്ചത്. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1960 മുതൽ 2024 വരെ പഠിപ്പിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്നേഹസംഗമത്തിൽ 100-ലേറെ പേർ പങ്കാളികളായി. 90 വയസ്സുള്ള മുൻ അധ്യാപകൻ NK കുമാരൻ മുതൽ ഈ വർഷം മണ്ണഞ്ചേരി സ്കൂളിൽ നിന്നും പ്രഥമ അധ്യാപികയായി വിരമിച്ച MK സുജാത കുമാരി വരെയുള്ളവരുടെ സാന്നിധ്യത്താൽ ഒത്തുചേരൽ വേറിട്ട അനുഭവമായി. കവിത ചൊല്ലിയും വിദ്യാലയ ഓർമ്മകൾ പകർന്നും മണിക്കൂറുകളോളം അവർ സ്കൂൾ മുറ്റത്ത് കൂടിച്ചേർന്നു. വിരമിച്ച അധ്യാപകരുടെ ചിത്രങ്ങൾ ചേർത്ത് സുവനീറും തയ്യാറാക്കി. പഠിപ്പിച്ച വിദ്യാലയത്തിന് ധനസഹായം നൽകി മാതൃക കാട്ടാനും ഇവർ തയ്യാറായി. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട ഉൾപ്പെടെ അധ്യാപകർ വരെ പങ്കാളികളായി. സദ്യയും കഴിച്ചാണ് ഇവർ മടങ്ങിയത്. മുൻ അധ്യാപകനും ബാലസാഹിത്യകാരനുമായ മുഹമ്മദ് രവീന്ദ്രനാഥ് രക്ഷാധികാരിയും മനോഹരൻ നന്ദിക്കാട് ചെയർമാനും R ഭുവനചന്ദ്രൻ ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹസംഗമം ഒരുക്കിയത്. സ്നേഹസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ അധ്യക്ഷത വഹിച്ചിരുന്നു. മുഹമ്മദ് രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. സ്നേഹസംഗമം സുവനീർ NK കുമാരന് നൽകി പ്രകാശനം ചെയ്തു. എന്നാലും അധ്യാപകരുടെ റീയൂണിയൻ, പ്രത്യേകിച്ച് ഒരു സ്കൂളിനകത്ത് പിച്ച് ഇറങ്ങിയിട്ടുള്ള അധ്യാപകരുടെ റീയൂണിയൻ എന്നുള്ളത് ഏറെ പുതുമയുള്ളതും കൗതുകകരമായിട്ടുള്ളതും ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 60 മുതൽ പഠിപ്പിച്ചിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ആളുകളെ കോർത്തിണക്കുകയും അവരെ കണക്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത് തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലരും നേരത്തെ സ്കൂളിലുണ്ടായിരുന്ന മേൽവിലാസത്തിലല്ല ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം കണ്ടെത്തി കോർത്തിണക്കി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.